വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുലിഖിതം. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ലോകത്തിലേക്ക് ദൈവം ഒരു പുതിയ കൃപയെ തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നോളം അവിടുന്ന് നമ്മളോട് കാണിച്ചിട്ടുള്ള അതിരറ്റ കാരുണ്യത്തെ ഓർത്ത് കരുണാസമ്പന്നനായ ദൈവത്തെ പുകഴ്ത്താനും ആരാധിക്കാനും നമുക്ക് കടമയുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി അനേക രാജ്യങ്ങളിലിരുന്ന് ഒരൊറ്റ കുടുംബമായി നാനാജാതി മതസ്ഥർ, ലക്ഷക്കണക്കിന് ദൈവമക്കള് ഒന്നിച്ചിപ്പോൾ കർത്താവിനെ ആരാധിക്കുകയാണ്. ഈ ആരാധനയുടെ സമയം കാലങ്ങളായി നഷ്ടപ്പെട്ടു പോയ ആത്മീയ കൃപകൾ ഉണരുന്ന സമയമാക്കി കർത്താവ് മാറ്റുകയാണ്. കാലങ്ങളായി മന്ദിച്ചു പോയ ആത്മീയ ഉണർവ്, നഷ്ടപ്പെട്ടു പോയ ആത്മീയ കൃപകൾ, പ്രാർത്ഥനാ വരങ്ങൾ, ശുശ്രൂഷാ കൃപകൾ ഈ നിമിഷങ്ങൾ കർത്താവ് വർദ്ധിപ്പിക്കുകയാണ്. എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന ആ സ്ഥാപനങ്ങളിൽ, ആ സ്ഥലങ്ങളിലിരുന്ന്, ആ മുറികളിലിരുന്ന് ഇപ്പോൾ ഈ ദൈവ ആരാധനയോടുകൂടെ പങ്കുചേരട്ടെ. ഇരു കരങ്ങൾ ഉയർത്തുക, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. മാതാപിതാക്കളും മക്കളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ആരാധിക്കട്ടെ. കരങ്ങൾ ഉയർത്തുന്നു, ഉറക്കെ ഉറക്കെ. ആരാധന ആരാധന സ്തുതി ആരാധന 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 കർത്താവേ, ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന മഹത്വത്തിന്റെ കർത്താവേ. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 കരങ്ങളടിച്ച് ആരാധന ആരാധന കുടുംബം ഒന്നിച്ച് ആരാധിക്കുന്നു. ആരാധന ആരാധന ഓ യേശുവേ, ആരാധന പിതാവേ, മഹത്വത്തിന്റെ കർത്താവേ, പിതാവേ അങ്ങേ ആരാധിക്കുന്നു. സ്നേഹതാതനെ അങ്ങേ ആരാധിക്കുന്നു. പിതാവേ, പിതാവേ അങ്ങേ ആരാധിക്കുന്നു. സ്നേഹതാതനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന വലിയ ഉണർവോടെ ആരാധന 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 സ്തുതി ആരാധന ആരാധന. എല്ലാ കുട്ടികളും കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളെ, ഈ സമയം യേശുവിനെ ആരാധിക്കുന്ന സമയം. നന്നായിട്ട് കൈകളടിച്ച് മാതാപിതാക്കന്മാരോട് ചേർന്ന് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുക. എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ഏക മനസ്സോടെ കർത്താവിനെ ആരാധിക്കുകയാണ്. പ്രിയ ദൈവപൈതലേ, യേശുവിനെ ആരാധിക്കാൻ സ്വർഗ്ഗം ക്ഷണിക്കുന്ന നിമിഷങ്ങളല്ലേ ഇത്? കൈയടിച്ച് കൈയടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഒരുമിച്ച് പാടി പാടി ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന. യേശുവേ, പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന ആരാധന ഒരുമിച്ച് ആരാധന ആരാധന ശക്തിയോടെ ആരാധന 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 ഉണർവോടെ യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു.
സത്യസ്വരൂപനെ ആരാധിക്കുന്നു. ആരാധന കർത്താവേ. കർത്തനെ ആരാധിക്കുന്നു. സത്യസ്വരൂപനെ ആരാധിക്കുന്നു. കർത്താദി കർത്തനെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന സ്തുതി ആരാധന രാജാവേ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ. ഈ സമുഖത്തിലേക്ക് കൃപ നിറയട്ടെ കർത്താവേ. മന്ദത വിട്ടുമാറി പോകട്ടെ, മരവിപ്പെല്ലാം മാറിപ്പോകട്ടെ. ആത്മീയ സംശയങ്ങളുടെ മേൽ ദൈവകൃപ നിറയട്ടെ. സാത്താന്യ പീഡകൾ വിട്ടുമാറട്ടെ, പൈശാചിക ബാധ ഒഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതി ആരാധന ആരാധന. ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലോകമൊന്നായി ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ. പ്രഭാതത്തിലും ആരാധന പരിശുദ്ധാത്മാവേ. ആത്മാവിനാരാധന. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന ആരാധന. Holy Spirit, Holy Spirit. ആരാധന ആരാധന. പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ. ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ആരാധിക്കുന്നു. അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു. Holy Spirit. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. അരൂപിയേ. അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു. ആരാധന. നന്മ സ്വരൂപനെ ആരാധിക്കുന്നു. ഉന്നതനായോനെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന Almighty power. ആരാധന. Almighty anointing. ആരാധന ആരാധന. ഓരോ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന ആരാധന. ഓരോ സ്ഥാപനങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന ആരാധന. രോഗികളെ സ്പർശിക്കണമേ. സ്തുതി ആരാധന. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവതിവാക്കന്മാരെ പ്രകാശിപ്പിക്കണമേ. ഇപ്പോൾ അത്ഭുതങ്ങൾ അത്ഭുതകരമായ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. Glory, 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 glory. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. സഭയോട് ചേർന്ന് സ്തുതിക്കുന്നു. കൂട്ടായ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഇന്ന് വരെ സ്തുതിച്ചിട്ടില്ലെങ്കിലും, ഇന്ന് വരെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും, പ്രിയ പൈതലേ, ഇപ്പോൾ കൈകൾ ഉയർത്തുക. സ്തുതിക്കുന്നു, ഉറക്കെ ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. ഓ സ്വർഗീയ ശക്തിയെ, അത്ഭുതത്തിന്റെ അഭിഷേകമേ, വിടുതലിന്റെ ആത്മാവേ, ശക്തിയുടെയും മഹത്വത്തിന്റെ രാജാവേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഈ സ്ഥാപനങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഗ്ലോറി 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 ഗ്ലോറി. ക്ഷീണങ്ങൾ മാറട്ടെ, മടുപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ. അത്ഭുത കൃപയുടെ അഭിഷേകങ്ങൾ, പ്രാർത്ഥനാ വരങ്ങൾ, ശുശ്രൂഷ കൃപകൾ, വിശ്വാസ ബോധ്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായം 33-ാം തിരുലിഖിതം. എല്ലാം സൃഷ്ടിച്ചത് അവിടുന്നാണ്. അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. ഓ സർവവും സൃഷ്ടിച്ചവനായ സർവശക്തനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ജ്ഞാനത്തിൻ്റെ ഉറവകളെ തുറക്കണമേ. ജ്ഞാനം പ്രദാനം ചെയ്യണമേ ദൈവമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ. കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ പിതാവേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ അപ്പ. സ്പർശിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ജീവിതത്തിൽ മനസ്സ് മടുക്കരുത് എന്നതിനെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുലിഖിതം. ആപത്തിൽ അടിപതറരുത്. ആപത്തിൽ അടിപതറരുത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഒരു ക്ലേശം ജീവിതത്തെ ഗ്രസിക്കുമ്പോൾ, കുടുംബത്തിൽ ഒരു കടബാധ്യത വന്നു, ഒരു രോഗം വന്നു, കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായി, കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹങ്ങളായി, അത് കുറേ പരിശ്രമിച്ചിട്ടും അത് നേരെയായില്ലെങ്കിൽ, അത് കുറേ പ്രാർത്ഥിച്ചിട്ടും അത് മെച്ചപ്പെട്ടില്ലെങ്കിൽ, കുറേ കഴിയുമ്പോൾ ഇതാ മനസ്സ് ഇടിഞ്ഞു പോവുകയാണ്. മനസ്സ് മടുത്ത്, ജീവിതം മടുത്തിരിക്കുകയാണ് ഇന്ന് അനേകർ. ഇത് ഒരു പിശാചിൻ്റെ ഒരു കൗശലമാണ്. ജീവിതത്തോട് മടുപ്പ്, ജീവിത നൈരാശ്യം, മനസ്സ് മടുക്കുക. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം, ആപത്തിൽ അടിപതറരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം നൽകിയൊരു സംഭവം അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായി. ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ രാവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി ചെല്ലുമ്പോൾ, കേരളത്തിലുള്ള മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് ഇതാ ഒരു കുടുംബം ഇതാ എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അവരുടെ മകന് 18 വർഷമായി സോറിയാസിസ്, 19 വയസ്സുണ്ട്. ജനിച്ചിട്ട് പിറ്റേ വർഷം തുടങ്ങിയതാണ്. ആ ഒരു സോറിയാസിസ് അവർ തകർന്നിരിക്കുമ്പോൾ അവരുടെ മനസ്സ് മടുത്തിൽ അവരൊരുപാട് കണ്ണുനീര് കുടിച്ച്, പക്ഷേ അവര് വിശ്വാസത്തോടെ മുന്നോട്ട് വന്ന്, അങ്ങനെ ദൈവം അവരുടെ കുടുംബത്തിൽ ഇടപെട്ട്, അവരുടെ വാക്കുകളിൽ തന്നെ അവരുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ സാക്ഷ്യപ്പെടുന്ന വ്യക്തിയുടെ പേര് രഞ്ജു എന്നാണ്. അവരുടെ തന്നെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കുടുംബം മുഴുവൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് കേൾക്കാം. എൻ്റെ പേര് രഞ്ജു ഷഹർ, ഞാൻ മണ്ടമേടിൽ നിന്നായിരുന്നു. തമിഴാണ്, ഏതാ ഫ്ലുവൻ്റ് ഭാഷ ഏതെങ്കിലും പറഞ്ഞു. തമിഴാണെങ്കിലും കുഴപ്പമില്ല, മലയാളമാണെങ്കിലും കുഴപ്പമില്ല, ഏത് ഭാഷയിൽ വേണമെങ്കിലും പറഞ്ഞു. എനിക്ക് 18 വർഷമായിട്ട് സോറിയാസിസ് അസുഖം. എത്ര വർഷമായിട്ടാ? 18 വർഷമായിട്ട്. 18 വർഷമായിട്ട്. ഇപ്പം മൊത്തം വയസ്സ് എത്രയായി? 19 വയസ്സ് മൊത്തം. 18 വർഷമായിട്ട് സോറിയാസിസ്. ടോമിച്ചേട്ടൻ വീട്ടിൽ വന്നിട്ട് നവംബർ മാസം ആദ്യ വെള്ളിയാഴ്ച ഇവിടെ കൺവെൻഷൻ കൂടി 3:30 ആയപ്പം അച്ഛൻ ശൈവികമ്മയുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞായിരുന്നു മണ്ടമേടിയിൽ നിന്നിട്ടുള്ള ഒരു ചെറിയൊരു ശാന്തി നിന്ന്. പിന്നെ എനിക്ക് അസുഖം കുറഞ്ഞു. ഇപ്പം ഫുൾ ഹാഫ് കൈ ഷർട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നു. ഫുൾ കൈ ഷർട്ട് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല, ഫ്രണ്ട്സ് എല്ലാം ഹാഫ് കൈ ടീഷർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിനക്ക് കൊതിയായിരുന്നു ഇങ്ങനെ ഹാഫ് കൈ ഷർട്ട് ഇടാൻ വേണ്ടിയില്ലേ? ആദ്യം ഫുൾ കൈ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ ഇപ്പം അസുഖം കുറഞ്ഞു. ഞാൻ കംപ്ലീറ്റ് മാറി. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് എണ്ണ കഴിക്കാൻ പോയി. പേരെന്താ പേര്? രഞ്ജു ശേഖർ. രഞ്ജു ശേഖർ. രഞ്ജു ശേഖർ. രഞ്ജു ശേഖറിൻ്റെ അപ്പനെന്ന് എന്താ പറഞ്ഞു? എൻ്റെ പേര് ശേഖർ എന്നാണ്. ഞങ്ങൾ വണ്ടംപേട്ടിലാണ് താമസിക്കുന്നത്. അവന് 19 വയസ്സുണ്ട്. 1 വർഷം പ്രായം തൊട്ട് ഇവന് തുടങ്ങിയ അസുഖം. എല്ലാ ആശുപത്രിയിലും കൊണ്ട് ഒത്തിരി ലക്ഷങ്ങൾ മുടക്കി. അങ്ങനെ മുടക്കിയിട്ടൊന്നും ഒരു കുറവുമില്ല. ഡോക്ടർമാരെല്ലാം കുറയും എന്ന് പറയും, പക്ഷേ എവിടെ പോയാലും കുറയത്തില്ല. ഒരുപാട് കാശുകൾ മുടക്കി പൊട്ടി ഒലിക്കുകയും പിന്നെ നമുക്ക് തന്നെ ഒരു മനസ്സമാധാനമില്ലാതെയായി. ഫസ്റ്റ് അങ്ങനെ ഇരുന്നിപ്പോൾ ഞാൻ അടുത്ത് സ്കൂളിലെല്ലാം പോകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവനും തന്നെ എല്ലാവർക്കും ടീച്ചർമാർക്കെല്ലാം കാണാൻ എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാവരോടും പറഞ്ഞ് സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവിടെയുള്ള സാറന്മാരോട് പറഞ്ഞ് ചേർത്തിട്ടൊന്നും ഒരു കുറവില്ല. ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായി. അവനും പ്രായമായിക്കൊണ്ട് വരുമല്ലേ, അവനും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 6-7 മാസം ആയിക്കണം. അതിന് മുമ്പ് ഒത്തിരി കൂടുതലായിരുന്നു. എല്ലാം പൊട്ടി ഒലിച്ച് ഭയങ്കര എല്ലാം ഒഴുകുന്ന പോലെ ഇതായിരുന്നു. ശരീരം മൊത്തം കംപ്ലീറ്റ് തൊലി വരെ ഇങ്ങനെ പൊളിഞ്ഞ്, ഇത്രയും തൊലി വരെ പൊളിഞ്ഞു വരും. എല്ലാ ആശുപത്രിയിലും കൊണ്ട് കാണിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സുഹൃത്താണ് ടോമിച്ചേട്ടനോട് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവനെ എങ്ങനെയാലും ചികിത്സിക്കുമെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടായിട്ട് ഞാൻ തന്നെ വീട്ടിൽ കിടക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ടോമിച്ചേട്ടൻ പറഞ്ഞ് ഞാനിന്ന് പോലെ അട്ടപ്പാടി അവിടെ കൊണ്ടുപോയി ധ്യാനത്തിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആദ്യം വന്ന് ഒരു പ്രാവശ്യം വന്നപ്പോൾ തന്നെ, പിന്നെ വന്നപ്പോഴത്തേനും ഒന്നുമില്ലായിരുന്നു. കരിഞ്ഞു, നല്ലപോലെ കരിഞ്ഞു. എനിക്ക് ദൈവം അങ്ങനെ എനിക്കൊരു അനുഗ്രഹം തന്നു. യേശുവിൻ കോടാനുകൂടി നന്ദികൾ പറയുന്നു. കുട്ടിയുടെ അമ്മ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അമ്മേനൊന്ന് പരിചയപ്പെടുത്താം. പേര് പറഞ്ഞത്? എൻ്റെ പേര് റാണിയാണ്. അവന് 1 വയസ്സ് ഞാൻ ജനിച്ചത് അവനക്ക് ഇങ്ങനെ തൊടി പൊട്ടി ഞാൻ വീട് തൂത്ത് മാറി മടുത്തു.
இப்போ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു 4-5 മാസമാണ് എൻ്റെ മുറി ഞാൻ തൂക്കാതെ ഇരിക്കുന്നത്. ഇത്ര വർഷവും ഞാൻ തൂത്തിട്ട് മടുത്ത് കരഞ്ഞു, എന്നും കരച്ചില. രാവിലെ കഴിഞ്ഞിട്ട് അവനെ നോക്കുമ്പോൾ ഭയങ്കര കരച്ചില. സ്കൂളിൽ കഴിഞ്ഞ വർഷം +2 പോയിട്ടേ ഇല്ല അവന്. മൊത്തം കരഞ്ഞുകൊണ്ട് പൊട്ടി 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 വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഭയങ്കര കച്ചപ്പം. ടോമി ചേട്ടാ പറഞ്ഞു, ഇങ്ങനെ കൊണ്ടുപോകാനാ, കുറഞ്ഞോളും, നീ പേടിക്കേണ്ട, കരയണ്ടെന്ന് പറഞ്ഞു. അന്നേരം കൊണ്ടുവന്ന് ഇവിടുന്ന് 1 മാസം ആയില്ല, അവൻ ദേഹം മൊത്തം കൊച്ചിലെ പ്രസവിച്ചതുപോലെ അവൻ മാറി. എനിക്ക് അന്നേരം കരയാൻ തുടങ്ങി. ഇവിടെ വിശ്വാസമായില്ലേ, അപ്പം നീ ഇവിടെ തന്നെ പോടാ. അവൻ എന്നെ പറയുക 2 മാസം വന്നിട്ട് ഞാൻ നീ അച്ഛനാകാൻ പോകുന്നു. അവൻ പറയുക എൻ്റെ അടുത്ത് എനിക്ക് അത്രയ്ക്ക് മാറി, അപ്പം ഞാൻ അച്ഛനാകാൻ പോവാ. അവന് അപ്പം എൻ്റെ അച്ഛനോട് പറഞ്ഞാരടാ, അങ്ങനെ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചേര്. ഞാൻ അങ്ങനെ പറഞ്ഞു. അത്രയ്ക്ക് വിശ്വാസമായി എനിക്ക്. യേശുവേ അലോലിയ, യേശുവേ അലോലിയ, യേശുവേ അലോലിയ. പ്രിയപ്പെട്ട സഹോദരൻ നോക്ക്, ആ അമ്മയുടെ സന്തോഷം. അതായത് കൊച്ചിലെ ഈ ശരീരം ഇങ്ങനെ പൊട്ടി 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 അതിൻ്റെ ദിവസം നേരം വിളക്കുമ്പോൾ നോക്കി കരയും. അതേമാതിരി ശരീരത്തിൽ ക്ലേശമായിരുന്നു. രഞ്ജുഷിൻ്റെ അനിയനാണല്ലേ, മോൻ്റെ പേരെന്നാ? അനിയൻ്റെ പേര്? എൻ്റെ പേര് സഞ്ജു ശേഖർ എന്നാണ്. എൻ്റെ ചേട്ടനാണ് രഞ്ജു. ആദ്യം കാണാൻ ഭയങ്കര മോശമായിരുന്നു. അട്ടപ്പാടി വന്നപ്പം നല്ല സൂപ്പറായി സെറ്റപ്പായി. യേശുവിനെ ഇഷ്ടമാണോ? അതുകൊണ്ട് ഇന്ന് അട്ടപ്പാടിയിൽ യേശുവിനെ കാണാൻ, യേശുവിന്റെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വേണ്ടി സഞ്ജു അവിടെ നിന്ന് വന്ന്. സഞ്ജു എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 7. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക, ഒരു കുടുംബത്തിന്റെ കഠിന വേദന, പക്ഷേ അവർ നശിച്ചില്ല. ജനിച്ച് പിറ്റേ വർഷം അന്ന് തുടങ്ങി 18 വർഷക്കാലം ആ കുടുംബം കണ്ണുനീരിരുന്നു. പക്ഷെ അവർ മനസ്സ് മടുത്തില്ല. ആപത്തിൽ അടി പതറരുത്. ജീവിതത്തിൽ ഇതേപോലെ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുടുംബങ്ങളിൽ ചിലപ്പോൾ പ്രതികൂലങ്ങൾ, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ, തകർച്ചകൾ, കലഹങ്ങൾ, മനസ്സമാധാനത അവസ്ഥകൾ ദൈവം അനുവദിക്കാം. ദാവീദിന്റെ ജീവിതം നിങ്ങളെടുത്ത് ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ കൊടിയ വേദനയിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ബൈബിളിൽ കാണാൻ സാധിക്കും. ദൈവം തെരഞ്ഞെടുത്ത ജീവിതമാണ്, പക്ഷേ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക സങ്കീർണമായ വേദന അദ്ദേഹത്തെ ഗ്രസിച്ചുകൊണ്ടിരുന്നിരുന്നു. ആ വേദനയുടെ നടുവിൽ അദ്ദേഹം ദൈവത്തോട് ഇടപെടുന്ന വചനഭാഗങ്ങളാണ് 77-ാം സങ്കീർത്തനത്തിൽ 2 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. രാത്രി മുഴുവനും ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ലല്ലോ. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ ഞാൻ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകിപ്പോകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു: കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? ദാവീദിന്റെ ജീവിതത്തിൽ 1 വർഷം, 2 വർഷം, 5 വർഷം അല്ല, വർഷങ്ങളോളം നീണ്ടു നിന്ന പ്രതികൂലങ്ങൾ, വലിയ സങ്കീർണതകൾ, വലിയ അവ്യക്തതകൾ, അന്ധകാരാവൃതമായ സാഹചര്യങ്ങൾ, രാജ്യഭരണത്തിൽ, കുടുംബത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ഭാര്യമാരുള്ള ബന്ധത്തിൽ, എല്ലാ മണ്ഡലത്തിലും, ഈ ആത്മീയ ജീവിതത്തിൽ പോലും ആ ഊറിയയുടെ ഭാര്യ ബത്ശബയുമായി പാപം ചെയ്ത് അതിൻ്റെ വേദന എല്ലാം കൂടി പല കാലങ്ങളിലായി ദാവീദിനെ ഞെരുക്കുകയാണ്. മനസ്സ് ഇടിഞ്ഞു പോകാനുള്ള ഒരുപാട് അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ തകർന്ന ഒരു വേദനയുടെ നടുവിലാണ് അദ്ദേഹം ഈ വേദന ദൈവസന്നിധിയിലേക്ക് പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ ദാവീദിന്റെ ജീവിതം പോലെ ആയിരിക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പലരുടെ ജീവിതങ്ങൾ കടന്നു പോകുന്നത്.
ചില തഴക്കദോഷങ്ങള്, ചില ദുശീലങ്ങള്, മദ്യപാനമോ ചൂതാട്ടമോ ചീട്ടുകളിയോ പൈസ വെച്ചുള്ള ചീട്ടുകളിയോ കോപ സ്വഭാവമോ വഴക്കോ സ്വയംഭോഗമോ വ്യഭിചാര ആസക്തികളോ എന്തെങ്കിലും ചില പ്രത്യേക കഠിന ബന്ധനത്തിലാകപ്പെട്ടു. ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം തകർന്നു. ദൈവത്തോട് വർഷങ്ങളോളം പ്രാർത്ഥിച്ചു, ഇതാ രക്ഷപ്പെടുന്നില്ല. അങ്ങനെ മനസ്സിടിഞ്ഞിരിക്കുന്ന അന്തരീക്ഷമായിരിക്കാം. അതുമല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുടുംബത്തിൽ മക്കളില്ല, മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ കടബാധ്യത, അത് മാറുന്നില്ല, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും കടബാധ്യത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. രോഗം വന്നു, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ മാറുന്നില്ല, അത് വീണ്ടും വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചില പ്രത്യേക കാര്യങ്ങളിൽ നാം ഇടപെട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഒരു വ്യത്യാസമില്ലാതെ അത് മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ എന്താണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം, ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശം, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആപത്തിൽ അടിപതറരുത്. ദൈവത്തെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ അവൻ അടിപതറുകയോ ഇല്ല. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ മനസ്സ് ഇടിഞ്ഞു പോകരുത്. ചിലപ്പോൾ ഭാര്യയുമായിട്ട് ചില പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സിൽ ചില താളപ്പഴകൾ പാളിച്ചകൾ വന്ന് എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷമായിരിക്കാം. ഒരുപക്ഷെ കൃഷിയെല്ലാം നശിച്ച് കടബാധ്യത പെരുകി ഇനി കൃഷിക്ക് പോണില്ല, മനസ്സിടിഞ്ഞിരിക്കുന്ന അന്തരീക്ഷമായിരിക്കാം. വചനം പഠിപ്പിക്കുകയാണ്, നീ മനസ്സിടിഞ്ഞ് എല്ലാത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിർവികാരനായി നിസ്സംഗനായി നിർഗുണനായി ഇരിക്കരുത്. ജീവിതത്തിൽ ഉത്സാഹം വേണം, ജീവിതത്തിൽ ഒരു പ്രത്യാശ വേണം. കർത്താവിനെ ആശ്രയിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്, തൻ്റെ ആശ്രയം അവൻ അറിയുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ഞാൻ നിങ്ങളും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇടപെടാതെ കർത്താവിനെ മുറുകെ പിടിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദാവീദ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ ഇങ്ങനെ കണ്ണുനീര് നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് വലിയ സന്തോഷത്തിന്റെ നിറകുടമായ ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തിയതെന്ന് സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചില്ലല്ലോ, തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല. അവിടുത്തെ കൽപ്പനകൾ എന്റെ കൺമുമ്പിലുണ്ടായിരുന്നു, അവിടുത്തെ വചനങ്ങൾ ഞാൻ ലംഘിച്ചില്ല. തിരുമുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു, കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. ആകയാൽ എന്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് എന്റെ കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വലിയ ആഹ്ലാദം ജീവിതത്തിലേക്ക്. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം, വിശ്വാസമുള്ളിടത്തോളം കാലം അനുസ്മരിക്കപ്പെടാൻ തക്കവണ്ണം ദൈവം ദാവീദിനെ അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ പ്രതീകമായി ഉയർത്തി നിർത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം മനസ്സിടിഞ്ഞൊരു സാഹചര്യമാണെങ്കിൽ, വലിയ നിരാശയിലേക്ക് പോകുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ, ജീവിത നൈരാശ്യം ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുമേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക്, ഓ പരിശുദ്ധാത്മാവേ, കത്തി പടരണമേ. നിരാശ, ദുഃഖം, സങ്കടങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ ഇപ്പോൾ കത്തി കത്തി ചാമ്പലാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, Glory, glory. കത്തിപ്പടരണമിവിടെ. ദാഹിച്ച് ദാഹിച്ച് നിത്യ ദൈവമേ, Holy Spirit, Holy Spirit. കത്തിപ്പടരണമിവിടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് സ്തുതിച്ച് നിത്യ ദൈവമേ, പരിശുദ്ധാരൂപിയേ, കത്തിപ്പടരണമിവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, ഉണർവ് നൽകണമേ, നിരാശ എടുത്തു മാറ്റണമേ, ആത്മീയ അഭിഷേകത്തെ ജ്വലിപ്പിക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 34-ാം അധ്യായം 14-ാം തിരുലിഖിതം, കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്.
നൊമ്പരമൊപ്പുവാൻ എന്നേശു ഇന്നെൻ്റെ കൂടെയുണ്ട്. അരികത്തിരുന്നെൻ്റെ നൊമ്പരമൊപ്പുവാൻ എന്നേശു ഇന്നെൻ്റെ കൂടെയുണ്ട്. അണയുന്ന നെയ്ത്തിരി നാളം തെളിക്കുവാൻ എൻ തമ്പുരാനെൻ്റെ ചാരയുണ്ട്. അണയുന്ന നെയ്ത്തിരി നാളം തെളിക്കുവാൻ എൻ തമ്പുരാനെൻ്റെ ചാരയുണ്ട്. അരികത്തിരുന്നെൻ്റെ നൊമ്പരമൊപ്പുവാൻ എന്നേശു ഇന്നെൻ്റെ കൂടെയുണ്ട്. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും താന്താങ്ങളുടെ എല്ലാ വേദനകളും യേശുവിലേക്ക് സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അരികിൽ രോഗികളോ വലിയ വ്യഥയിലോ വേദനയിലിരിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആ രോഗാവസ്ഥയുള്ളവരുടെ മേൽ കൈകൾ വെച്ച് യേശുവിൻ്റെ വലിയ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ കടാക്ഷിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, വേദനയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. കർത്താവെ, മനസ്സിടിഞ്ഞിരിക്കുന്നവർ, മനപ്രയാസത്തിൽപ്പെട്ട് ഉഴലുന്നവർ, മനോവിഷമങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്താൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. നൊമ്പരമൊപ്പുവാൻ എന്നേശു ഇന്നെൻ്റെ കൂടെയുണ്ട്. അണയുന്ന നെയ്ത്തിരി നാളം തെളിക്കുവാൻ എൻ തമ്പുരാനെൻ്റെ ചാരയുണ്ട്. അരികത്തിരുന്നെൻ്റെ നൊമ്പരമൊപ്പുവാൻ എന്നേശു